ആളുകളെ പ്രത്യേകിച്ച് അമ്മയ്ക്ക് കാണത്തില്ല. അല്ല ചിരിക്കുവാന്ന് നോക്കി. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെല്ലാ കാര്യങ്ങളും അറിയാവുന്നവർ നിങ്ങളാണല്ലോ. സിനിമ കണ്ടുകൊണ്ട് കിടക്കുവാണോ? നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ കിടക്കുമ്പോൾ വന്ന് അമ്മയുടെ വർത്തമാനം പറഞ്ഞിട്ടാ പോയെ. കിടക്കുമ്പോഴും അമ്മയുടെ വർത്തമാനം പറഞ്ഞിട്ടാ പോയെ. കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വന്ന് കിടന്നില്ലേ? മൂത്രം കൊഴിപ്പിക്കാൻ വിളിച്ചോണ്ട് പോയ ഉറക്കുന്നില്ലേ? വിളിച്ചേൽപ്പിച്ചത്. ആ അമ്മയായിട്ട് പറഞ്ഞ് ഞാനായിരുന്നു. അമ്മയിലെ വന്ന് കൂട്ടിക്കൊണ്ട് മൂത്രം ഒഴിക്കാൻ കൊണ്ടുപോയേ എലിക്കുട്ടി അമ്മേനെ. ഉറക്കമൊന്നുമില്ലേ? ഒന്ന് മൂത്രം ഒഴിച്ചാലോ? എലിക്കുട്ടി അമ്മയ്ക്ക് ഇന്ന് ഉറക്കമൊന്നും ഇല്ലേ? ഇന്ന് എലിക്കുട്ടി അമ്മയ്ക്ക് മണി 12:30 ആയി. ആ അവിടെ കിടന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ വന്നത്. ഞങ്ങൾ കർക്കിടക സമയമൊക്കെ ഞങ്ങളുടെ ഒത്തിരി മനസ്സിലാക്കാം പുസ്തകമൊക്കെ ഇതുകൂട്ടൊക്കെ വായിച്ച് പെറുക്കി അക്ഷരങ്ങൾ കിടക്കുന്നതൊക്കെ പെറുക്കി സൂക്ഷിച്ച് വെക്കണ്ട. അക്ഷരങ്ങൾ പറക്കി സൂക്ഷിച്ചു വെക്കണോ? ഈ ഇതിൻ്റെ വച്ചോണ്ട് അല്ല ഇതിനകത്തെ പുസ്തകത്തിനകത്ത് അക്ഷരങ്ങൾ പറക്കി സൂക്ഷിച്ചു വെക്കണോ? എന്റെ അമ്മ എന്നൊക്കെയാ പറയണേ. പാവം പിള്ളേരെല്ലാം കൊണ്ടുപോയി കൊണ്ടോട്ട് വന്നെ. നമുക്ക് മൂത്രം ഒഴിച്ചാലോ? മൂത്രം ഒഴിച്ചാലോ? ഒന്ന് മൂത്രം ഒഴിച്ചാൽ ഏറ്റി പോയി മൂത്രം ഒഴിച്ചാലോ? ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് കിടക്കാം. ബാ ഏക്ക് ഏതൊക്കെയാലും ഉറങ്ങുന്നില്ലല്ലോ എലിക്കുട്ടിയമ്മ. ഉറങ്ങാതെ കിടക്കുമല്ലേ? ഇന്നത്തെ കുറേ നേരമായി വർത്തമാനം പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പം ഞാനിത് ഉറക്കത്തിലാണ് പറയണമെന്ന് ഓർത്താണ് ഞാൻ ഇരുന്നത്. പക്ഷെ ഇപ്പോൾ വന്നപ്പോഴല്ലേ ഏറ്റ് കിടക്കുമെന്ന് അറിയുന്നത്. ഞാൻ കിടന്നില്ലായിരുന്നു. ഇല്ല. വണ്ടിയായിട്ട് ഇതെല്ലാം ഇവിടെ കൊണ്ട് അടിച്ചോണ്ട് വന്നല്ലേ. കിടക്കാൻ നേരത്ത് എന്നാ പള്ളിയിൽ പോകുമ്പം അടിച്ചുകൊണ്ട് വരികയല്ലേ. അടിച്ചുകൊണ്ട് വന്നേച്ചല്ലേ പോണേ. എനിക്ക് മനസ്സിലായില്ല അമ്മ പറയണേനാന്ന്. പ്രാർത്ഥന ചെല്ലാനും അതിനാ എനിക്കറിയത്തില്ല. എനിക്ക് മനസ്സിലായില്ല പറഞ്ഞത്. പിടി കിട്ടിയില്ല. അമ്മ എന്തോ പഴയ ഒരു കാര്യമാണ് പറഞ്ഞത്. എന്നാന്ന് ഉറങ്ങുന്നില്ല. ബാ ഏറ്റ് വാ മൂത്രം ഒഴിച്ചിട്ട് കിടക്കാം. ഇവിടെ ഒന്നും ഇല്ല. പിന്നെ ഇവിടെ എന്നും ഉണ്ട്. പിന്നെ എണീറ്റാലോ? എണീറ്റാലോ? ഒന്ന് എണീറ്റാലോ? ഒന്ന് എണീറ്റേ. ചെറിയ പരിപാടിയുണ്ട്. എണീക്കുന്നുണ്ടോ? അതാരാ? ആരാ? ആരാ? ആ മുഖം കണ്ടിട്ട് മനസ്സിലായി. മുഖം കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ? കിടക്കുന്നതല്ലേ? ആണോ? ആണോ? എന്നും കൂടെ കിടക്കണമല്ലേ? കണ്ടിട്ട് മനസ്സിലാകുന്നില്ലല്ലേ? എന്നും ഇവിടെ വന്ന് കിടക്കുന്നതല്ലേ? ബാ നെയ്റ്റ് ബാ എണീക്ക്. ബാ ഏക്ക് ബാ. ഒരു കാര്യമുണ്ട്. ഒരു കാര്യമുണ്ട്. ഏക്ക് എണീക്ക് 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 ഏക്ക്. പറയാം പറയാം പറയാം. പുതപ്പ് പുതക്കാതെ ചുട്ടിക്കുട്ടി വെച്ചിരിക്കുക കണ്ടില്ലേ? ഉള്ളിട്ട് വരാമ കക്കൂസി ഉള്ളിട്ട് വരാം. ഉള്ളിട്ട് വരാം. കഥ ഇങ്ങടുത്ത് തരാമേ. ഇവരോട് പൊക്കോളാൻ പറ. മതി മതി നിന്നേന്ന് പറ. മതി മതിന്ന് വന്ന് നിന്നത്. കൊറേ വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ ഞാൻ? ഓടിച്ചുവിട്. അമ്മ ഇവിടെ കിടന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ ഞാൻ വന്നത്? ആ കിടന്നാ മതി. വടി എടുത്തോണ്ട് ഓടിക്കണം. അല്ലാതെ പോയി തരാൻ തോന്നുന്നു. പറയാമേ. അമ്മ പുതപ്പൊക്കെ മാറ്റി വെച്ചേക്കണം. അമ്മ പുതച്ച് കിടക്കാൻ തണുപ്പില്ലേ? ഓടിക്കമ്മേ.
അവിടെ തലവണ ഇറക്കി ഇവിടം വരെ ഇട്ടു. എന്റെ ദൈവമേ, അതൊന്ന് കയറ്റി വെച്ച് കൊടുത്താരെ. അതാ പറയാ, പുതച്ച് കിടന്നോ, കിടന്നോ ഉണങ്ങിക്കോ. ഇനി വർത്താനൊന്നും പറയണ്ട. ഇതിൽക്കൂടെ വർത്താനം കേട്ടാ ഞാനിങ്ങനെ വന്നേ. പിന്നെ എന്താ മൂത്തോടത്ത് ഒഴിപ്പിച്ചേക്കാന്ന് വെച്ചു. തണുപ്പാ, അതാ പറഞ്ഞു, പുതച്ച് കിടന്നോ, പുതച്ചോ, പുതപ്പിച്ചേക്കാം, തണുപ്പില്ലേ. പുതച്ച് കിടന്നോ കേട്ടാ. തണുപ്പുണ്ടെന്നല്ല പറഞ്ഞേ. എന്നിട്ട് പുതച്ച് കിടന്നോ. ഇച്ചിരി കഴിയുമ്പോൾ തള്ളിക്കൊണ്ട് പോകും, മൂലെ കൊണ്ട് വെക്കും. ഞാൻ കിടക്കാൻ പോവാ. ഏത് ചെറുക്കനായിരിക്കും അത്? ഏത് ചെറുക്കനായിരിക്കും? ഇവിടെ 5-6 ആൺപിള്ളേരില്ലേ? 5-6 പേരുണ്ടോ അമ്മയ്ക്ക്? പിന്നെ ഒരാൾക്ക് എത്ര എന്നുണ്ട്. അതിലൊരുത്തനല്ലേ? പൊക്കോളാൻ പറയുന്നു. പെൺപിള്ളേരല്ലല്ലോ കൂടുതൽ, ആൺപിള്ളേരല്ലേ. കേട്ടാ, എന്നാ ഉറങ്ങ, ഞാൻ പോവാ. അപ്പോൾ സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ എലിക്കുട്ടിയമ്മ എണീറ്റ് വന്നു, ഇതിലേക്കൊന്ന് കറങ്ങി നടന്നു. അത് കഴിഞ്ഞ് വന്ന് കിടക്കുന്ന ഭാഗമാണെന്ന് അല്ലേ. ഇനി പല്ലൊക്കെ തേപ്പിച്ച് വല്ലതും കഴിക്കാൻ കൊടുക്കണം. എല്ലാവരും വിശേഷങ്ങൾ, ഓരോ ദിവസത്തെ വിശേഷങ്ങൾ, നമ്മൾ എലിക്കുട്ടിയമ്മയുടെ വിശേഷങ്ങളാണ് നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എലിക്കുട്ടിയമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് എല്ലാം എലിക്കുട്ടിയമ്മയുമായി ബന്ധപ്പെട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഓരോ ദിവസത്തെ അപ്ഡേഷൻസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അസുഖവും എല്ലാ കാര്യങ്ങളും ഇടുന്നുണ്ട്. കുറച്ച് പേർക്കൊക്കെ രോഗവിവരങ്ങളൊക്കെ വന്നിരിക്കുന്നത് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെന്ന് തോന്നണു. എന്നാലും എലിക്കുട്ടിയുമായി ബന്ധപ്പെട്ടല്ലേ നമ്മൾ വീഡിയോ മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഭാഗങ്ങളും കൂടെ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എലിക്കുട്ടിയമ്മയ്ക്കിന്ന് കുറവുണ്ട്. ഇന്നലെ കൊണ്ട് എലിക്കുട്ടിയമ്മയുടെ ആൻറ്റിബയോട്ടിക് തീർന്നു. ഇനി മൂത്രം ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യണം. അമ്മ, ഞാൻ എന്നാ പറയണമെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അമ്മ പൊങ്ങി നോക്കിയത് ഉണ്ടോ? പൊങ്ങി നോക്കിയത് അമ്മയോടല്ല പറഞ്ഞത്, അമ്മയുടെ മക്കളോടാ പറഞ്ഞത്. അമ്മയുടെ മക്കളോട് പറയുകയോ ചെയ്തത്. അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണെന്നുള്ളത്. അമ്മേനെ അവർ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. കഴിക്കാറായില്ലേ? കാപ്പി കുടിക്കാൻ രാവിലെ. ഗുളികകളൊക്കെ തീർന്നു. ഇനി നമ്മൾ മൂത്രം ഒന്നും കൂടെ എടുത്ത് പരിശോധിച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം അടുത്തത് വേണോ വേണ്ടിയെന്ന് തീരുമാനിക്കാനായിട്ട്. ഇന്ന് ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് പകൽ നല്ല ചൂടും വൈകുന്നേരമായി കഴിഞ്ഞാൽ നല്ല തണുപ്പുമാണ്. വൈകിട്ടൊക്കെ നല്ല തണുപ്പാണ്. അതാണ് ഇന്നലെ വൈകിട്ട് ഞാൻ അമ്മേനെ പുതപ്പിച്ച് എടുത്ത് തണുക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. ഒരു വല്ലാത്ത കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇപ്പം കോട്ടയം ജില്ലയിലാണ് അങ്ങനെ ഒരു കാലാവസ്ഥയെന്ന് പത്രത്തിൽ കഴിഞ്ഞ ദിവസം കണ്ട പോലെ തോന്നുന്നു. വൈകിട്ട് തണുപ്പം, ഈ പകല് ഒരു 9 മണി ആയി കഴിയുമ്പോഴത്തേനും വെയിൽ നല്ല സ്ട്രോങ് ആവും. അപ്പം അതുകൊണ്ട് ആൾക്കാർക്ക് അസുഖങ്ങൾ അങ്ങനെ മാറുന്നില്ല. ആശുപത്രി അമ്മയെ കൊണ്ടുപോയെന്നും അത് ഞാൻ മൂത്രം പരിശോധിക്കാനായിട്ട്, അമ്മയെ കൊണ്ടുപോയപ്പോഴല്ല, മൂത്രം പരിശോധിക്കാനായിട്ട് കൊണ്ടുപോയ സമയത്തെല്ലാം മുഴുവനും കാരണവന്മാരെ കൊണ്ടാണ് മക്കളെല്ലാം ആശുപത്രി വന്നിരിക്കുന്നത്. എല്ലാവർക്കും പനി. അതിലേരും പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നില്ല, പനിയാണ്, നടക്കാൻ മേല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാരണവന്മാർ മാതാപിതാക്കളെയായിട്ട് മക്കൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭംഗി പോകണോ കഴിക്കാൻ? രാവിലെ ഏറ്റില്ലേ നടന്നായിരുന്നു നീ തൊട്ടി പോയ സമയത്ത്. ഞാൻ കൊണ്ടൊന്ന് മൂത്രം ഒഴിപ്പിച്ചാ കിടത്തിയത്. ഇപ്പൊ എന്റെ കൊച്ചായി, ശരിക്കും കൊച്ചായി. എലിക്കുട്ടി ഇത് വല്ല അറിയുന്നുണ്ട്? എലിക്കുട്ടിക്ക് ഇത് വല്ല അറിയാമോ? എലിക്കുട്ടി കയ്യെ പിടിച്ചു നടന്നാണ് ഇത് മാത്രമേ ഉള്ളൂ. ആരോ അല്ലാതെ മക്കളാണെന്നോ മരുമക്കളാണെന്നോ കൊച്ചുമക്കളാണെന്നോ
ഒന്നും അറിയത്തില്ല. ആരാണ്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ടോമി പോയപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അമ്മയ്ക്ക് ടോമി എന്നുള്ള പേര് മാത്രമേ അറിയത്തുള്ളൂ, ജോമോൻ എന്നുള്ള പേര് മാത്രമേ അറിയത്തുള്ളൂ. അല്ലാതെ ഇന്നയാള് ടോമിയാന്നോ ടോമി ഇതാന്നോ ഒന്നും അറിയത്തില്ല. ഇനി എല്ലാരും കൂടെ യാത്ര പോയപ്പം അമ്മയ്ക്കൊരു എന്താ പറയാ, എനിക്കും പോണം എന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ ഒരു വിഷമം ഉണ്ടായി. അല്ലാതെ ടോമിയാന്നൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല. ചില സമയത്ത് തിരിച്ചറിയുന്നുണ്ടെന്ന് മാത്രം. തിരിച്ചറിയുന്നില്ല. രോമോനെ തന്നെ രോമോനാന്ന് പറയും അമ്മയ്ക്കൊരു ചിരിയാ അല്ല എന്നുള്ളതാണ്. എന്നിട്ട് ചുമ്മാ അങ്ങ് സമ്മതിക്കുന്നത് മാത്രമേ ഉള്ളൂ. ചിലപ്പം നേരത്തെ അറിയായിരുന്നല്ലോ. നേരത്തെ നമ്മൾ പുറത്ത് പോയി കഴിയുമ്പോഴത്തേനും ജോമോൻ കുറുപ്പന്തറയിലാണ്, ജോമോൻ വരും, അങ്ങനെയുള്ള ഒരു മനസ്സിലൊരു ഉണ്ട്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ വിവീനായും വിവാനെയും അവരെ അറിയില്ല. അവരെ അമ്മ പേര് കൊണ്ട് മാത്രം പറയുന്നത് മാത്രമേ ഉള്ളൂ. വിവീനായും വിവാനും എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. ഇപ്പോഴും തിരിച്ചറിയാൻ പ്രയാസാന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ അത്ര മറ്റുള്ള മക്കൾക്കോ മറ്റുള്ള ആൾക്കാർക്കോ ഒന്നും അറിയത്തില്ല ഇത്. പേലിക്കുട്ടിയമ്മയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഓരോ ദിവസം നേരത്തെ തിരിച്ചറിയുമായിരുന്നു. അതുകൊണ്ട് കുറഞ്ഞ് ഓരോ ദിവസവും ആദ്യമൊക്കെ അമ്മ എങ്ങനെയായിരുന്നു? അതെ അതെ, കുറഞ്ഞു വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില സമയത്ത് കാണുമ്പം പറയുകയും ചെയ്യുന്നുണ്ട് താനും. അത് ആണ് നമ്മുടെ ഒരു ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നതിൻ്റെ ഒരു കേസ്. അതാണ്. അപ്പം അത് ഓരോ ദിവസവും ചെല്ലുന്നവരും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. കാപ്പി കുടിച്ചാലോ? കാപ്പി കുടിക്കാം, അപ്പം തിന്നാം. രാവിലത്തെ വല്ലതും കഴിക്കാന്ന്, ഭക്ഷണം വല്ലതും കഴിക്കാം. രാവിലത്തെ ഭക്ഷണം കഴിക്കാം. ആര് തന്ന്? ആരാ തന്നേ? ആര് തന്ന്? ഇവിടുത്തെ അമ്മ ജോമോളമ്മയാ. ജോമോളമ്മയാണ് തന്നേ. ഞാൻ തന്നിട്ടില്ല. കണ്ടോ, എന്നെ ആരാന്ന് അറിയത്തില്ല അമ്മയ്ക്ക്. ഞാൻ തന്നിട്ടില്ലമ്മേ, ഞാൻ തന്നിട്ടില്ല. ഞാനേ തന്നിട്ടില്ല. ഇവിടെ ആരും കഴിച്ചിട്ടില്ല. വിവാഹം മാത്രം കഴിച്ച് കോളേജിൽ പോയി. വേറെ ആരും കഴിച്ചിട്ടില്ല. വാ, 9 മണിയായി, വല്ലതും കഴിക്കാം. കഴിച്ചിട്ടൊക്കെ ഇനി കിടക്കാം. ഇല്ല, ആർക്കും കഴിക്കാൻ സമയമായില്ലല്ലോ. അമ്മേനെ വിളിച്ചിട്ട് അമ്മ വരുന്നില്ല. തണുപ്പൊക്കെ ആയതുകൊണ്ട് എല്ലാം ക്ഷീണമാണ്. എനിക്ക് തന്നെ ക്ഷീണമാണ്. രാവിലെ എണീക്കാൻ തോന്നില്ല. പിന്നെ കൊച്ചിനെ പറഞ്ഞു വിടണല്ലോ എന്ന് ഓർത്ത് എണീറ്റതാ. അവനവന്റെ വീട്ടിലല്ല ഉണ്ടായിപ്പോ. ആ, എന്തൊരു കാലാവസ്ഥയാണോ, തണുപ്പും. പൽപ്പൊടി എടുത്തുണ്ടോ തരാം. പല്ല് തേക്കൂ. പല്ല് തേപ്പ് കണ്ട് എല്ലാവരും മടുത്തെന്നാ പറഞ്ഞേ. അല്ലേ? ഈ പല്ല് തേപ്പ് കാണിക്കുന്നില്ല അല്ലേ? എല്ലാവരും കുട്ടിയമ്മയ്ക്ക് ഇനി ഉഷാറായിട്ടുള്ള വീഡിയോ എടുത്ത് കാണിച്ചാൽ മതി എന്നാ ഞാൻ പറയണത്. അല്ലേ? അപ്ഡേഷൻസ് നമ്മൾ കാണിക്കണം. പേലിക്കുട്ടിയമ്മനെ എല്ലാവരും കണ്ടോണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അവർക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ അപ്ഡേഷൻസ് കാണിക്കുന്നത് ഓരോ ദിവസത്തെ. പൽപ്പൊടി എടുത്തോടെ കൊടുക്കേ. നമ്മൾ കൂടുതൽ ഇപ്പോൾ ഇടുന്നത് തലേദിവസത്തെയും പിറ്റേ ദിവസം കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത്. കാരണം തലേദിവസത്തെ എലിക്കുട്ടിയമ്മയുടെ വൈകുന്നേരത്തെ കാര്യങ്ങളും പകലത്തെ കാര്യങ്ങളും കൂടെ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. അത് നമ്മളവിടെ എഴുതി കാണിക്കുന്നുണ്ട്. പിറ്റേ ദിവസം എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ആ വേരിയേഷൻസ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആണ് അങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പോൾ എലിക്കുട്ടിയമ്മ പല്ല് തേക്കാൻ പോകണം. ഇന്ന് പല്ല് തേപ്പ് നമ്മൾ കാണിക്കുന്നില്ല അതൊക്കെയാലും. ഇപ്പോൾ എലിക്കുട്ടിയമ്മ പല്ലൊക്കെ തേച്ചിട്ട് തന്നെ കഴുകാൻ പോയിട്ടുണ്ട്. കഴുകി തുടച്ച് വരുന്നുണ്ട്. എന്നാ പോര് ബാ. ചെരുപ്പിട്ടില്ലല്ലോ. ചില സമയത്ത് ചെരുപ്പിൻ്റെ കാര്യം മറന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ചെരുപ്പിടുന്നില്ലേ? ചെരുപ്പിടുന്നില്ലേ? ചെരുപ്പിടുന്നില്ലേന്ന്? ആ, ചെരുപ്പില്ലേ? പിന്നെ ആ കിടക്കണ എന്നാ? ആ കിടക്കണ ചെരുപ്പല്ലേ? വേറെ ആളുടെ ചെരുപ്പാണോ? വേറെ ആളുടെ ഒന്നുമല്ല, എലിക്കുട്ടിയുടെ ചെരുപ്പാ. വേറെ പെണ്ണിൻ്റെ ഒന്നുമല്ല, ഇവിടുത്തെ എലിക്കുട്ടിയുടെ ചെരുപ്പാ അത്. ബാ, എന്നാ കഴിക്കാൻ ബാ. എന്നാ കഴിച്ചോ. വേണ്ട, ജോമളൂടെ കഴിക്കാൻ വന്നിട്ടുണ്ട്. ബാ, ഏറ്റ് ബാ. കഴിക്കണ്ടേ? ബാ. ആ, കാപ്പി എടുത്ത് വെച്ചിരിക്കുന്നു. ബാ, ഏറ്റ് ബാ. കാപ്പി കുടിക്കണ്ടേ രാവിലത്തെ? വാ, കഴിക്കാൻ എടുത്തു വെച്ചു. വാ. കേട്ടോ, ഞാൻ വിളിച്ചാലേ അമ്മ വരുള്ളൂ. അല്ല ജോമ വിളിച്ചാൽ വരുമോ? ആരെങ്കിലും വിളിച്ചാൽ വരുമോ? ആരെങ്കിലും പ്രത്യേകിച്ച് അമ്മയ്ക്ക് കാണത്തില്ല. അല്ല ചിരിക്കുവാ നോക്കി.
അങ്ങനെയാണോ? ആണുങ്ങളല്ലല്ലോ. ആണുങ്ങളൊന്നും കൊണയില്ലേ? അല്ലെന്നേ അമ്മ എനിക്ക് ഇതൊന്നും ആണോ? അമ്മമാരാണ് എടുത്തിട്ടുണ്ട്. അമ്മ നല്ല ആണുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മക്കളൊക്കെ ഉണ്ട്. മൊത്തം എന്റെ വീടിന്റെ അടുത്തുണ്ടല്ലോ ഒരു ചേട്ടനുണ്ടായിരുന്നു, അതിന്റെ അപ്പനെയും അമ്മേനെയും ഒക്കെ പുള്ളിക്കാരൻ കിടപ്പിലായിരുന്നപ്പോ കുളിപ്പിച്ചതും അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തതും ആ മകനാ. മരുമകളുണ്ടായിരുന്നു, പക്ഷെ മകൻ അതെല്ലാം ചെയ്തത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവര് ചെയ്യും. ആ അങ്ങനെ ചെയ്യൂന്നേ. ആ പക്ഷേ കേട്ടോ ഇത് അമ്മയ്ക്ക് എനിക്കോ കഴിക്കാൻ. അമ്മയ്ക്ക് അമ്മ കൊടുത്താലേ ഉള്ളൂ. അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അമ്മ വിളമ്പി തന്നാലേ കഴിക്കാവുള്ളൂ എന്നുള്ളതല്ലേ. അതുകൊണ്ടാണ് അമ്മയുടെ വിഷയം, അല്ലാതെ ഇതൊന്നുമില്ല. ആണുങ്ങൾ വിളിക്കൊണ്ടല്ല. അമ്മമാരെ വിളിക്കണം അല്ലേ, അമ്മമാരെ വിളമ്പി കൊടുത്ത് വിളിക്കണം എന്നാണ് അമ്മയുടെ തിയറി. കഴിഞ്ഞ ദിവസം ഇവിടുന്ന് പറഞ്ഞില്ലേ, പ്രാർത്ഥന വിളിക്കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കഞ്ഞി കുടിക്കുന്ന കാര്യം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അതാണ് വിഷയം. അതുകൊണ്ടാണ് അമ്മ വിളിച്ചപ്പോൾ വന്നത് അല്ലേ. കൊച്ചിരുന്ന് കഴിക്കേ, എലിക്കുട്ടി കൊച്ചേ ഇരുന്ന് കഴിച്ചോ. അമ്മ എന്നെ വിളിക്കാൻ ഇനി എലിക്കുട്ടി കൊച്ചേന്ന് എനിക്ക് വിളിക്കുന്നതിനാ കുഴപ്പം. പിന്നെ ഞാൻ വിളിക്കും എലിക്കുട്ടി കൊച്ചല്ലേ. ഇനിയിപ്പം ഗുളിക ഉണ്ടോ? വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ, ആൻറ്റിബയോട്ടിക് തീർന്നു. ഇനിയിപ്പം മൂത്രം എടുത്തിട്ട് പറഞ്ഞ പോലെ പരിശോധിച്ചിട്ടാണ് ഇനി നമ്മളടുത്ത ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം അല്ല, എലിക്കുട്ടി അമ്മ മിടുക്കി കുട്ടിയായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കെല്ലാം സന്തോഷമായില്ലേ? എല്ലാവർക്കും അമ്മയുടെ മക്കൾക്കൊക്കെ സന്തോഷമായില്ലേ എന്ന് ചോദിക്കുക ഇതേ. എലിക്കുട്ടി അമ്മ ഇന്ന് മിടുക്കിയായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കാതെ കഴിച്ചു. അതവരോട് പറയുകയും ചെയ്തത്. അമ്മ ഇന്ന് കപ്പ കഴുകാനായിട്ട് അടുക്കളയിലോട്ടാണ് പോന്നിരിക്കുന്നത് കേട്ടോ. സാധാരണ വരുന്ന പോലെ കപ്പയുണ്ടെന്നുള്ള പാത്രം നേരത്തെ എടുത്തായിരുന്നു. അതുകൊണ്ട് കപ്പ കഴുകി കൈയൊക്കെ കഴുകിയത് ഇവിടെയാണ് കഴുകുന്നത്. അവന് തീറ്റ കൊടുക്കാൻ കറിഞ്ഞ് വെള്ളം ഉണ്ടാക്കണം. ഇപ്പം നിങ്ങളുടെ നോട്ടത്തിൽ എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് കുറവുണ്ടോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, കുറവുണ്ടോ ഇല്ലയോ എന്നുള്ളത്. തേങ്ങ അത് പോയ തേങ്ങയെന്ന് തോന്നുന്നു, കേടാന്ന് തോന്നുന്നു. ക്ഷീണം അങ്ങോട്ട് ശരിക്കും വിട്ട് മാറിയിട്ടില്ല, ക്ഷീണമുണ്ട്. ഇനിയിപ്പം മരുന്ന് തീർന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അടുത്ത ട്രിപ്പ് മരുന്ന് എന്നാന്നുള്ളത് പരിശോധിച്ച് കൊടുക്കുമ്പോഴേ അറിയത്തുള്ളൂ. എന്തായാലും ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ അമ്മയുടെ അപ്ഡേഷൻ വീഡിയോകൾ ഇടുന്നത്. കാരണം വല്ലപ്പോഴും വന്ന് കാണുന്നവർക്ക് അറിയത്തില്ല കാര്യങ്ങൾ. സ്ഥിരമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോകളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. നമ്മുടെ ഈ അസുഖാവസ്ഥയിലുള്ള വീഡിയോകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെല്ലാ കാര്യങ്ങളും അറിയാവുന്നവർ നിങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് അമ്മയുടെ അപ്ഡേഷൻസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. അവിടെ പോയി ഇരിക്കുന്നുണ്ടോ? ജോമളോട് ആരാണ്ടോട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ലേ, നേരം പോയി ഇരുന്നോ. ഇന്നാളെ പോയി ഇരുന്നാണല്ലോ. ജോമൾ അവിടെ ആരുമായിട്ടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. കൂട്ടുകാരികൾ ആരാണ്ട് വിളിച്ചുകൊണ്ടിരിക്കുക. എന്നാമേ കിടക്കാനുള്ളവരും പോകുന്നോ? അവിടെ ഇച്ചിരി നേരം നടക്ക്. രാവിലെ ഇച്ചിരി നടന്നതല്ലേ ഉള്ളൂ. ഇച്ചിരി നേരം കൂടെ നടന്നോ, ഗ്യാസൊക്കെ അങ്ങ് പോട്ടെ. ഇല്ലേ, പുറത്തിറക്കൊക്കെ ഇറങ്ങി ഇച്ചിരി നടക്ക്. കിടക്കാൻ പോവാണോ? കുറുപ്പന്ത്രന്ന് വന്നപ്പോഴത്തേനും എലിക്കുട്ടിയമ്മ ഇവിടെ ഇരുന്ന് കഞ്ഞിയെ കുടിക്കുന്നുണ്ടേ. എലിക്കുട്ടിയമ്മ ഇരുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട്. മീനൊന്നും ഇല്ല, ഇപ്പം മീൻ മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ കേട്ടാ. മീനെ ഇപ്പം മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് മീനില്ലാത്തതുകൊണ്ട് കഞ്ഞി കുടിക്കാനൊരു സുഖമില്ലല്ലേ. എന്നാ കഞ്ഞി കുടിച്ചോ, കഞ്ഞി കുടിച്ചോ, ഞാൻ പോവുക കേട്ടോ. കുട്ടിയമ്മ പോയിട്ട് വരാവേ. കുറുപ്പന്തറയ്ക്ക് പോയിട്ട് വരാം കേട്ടോ. കുറുപ്പന്തറയ്ക്ക് പോയിട്ട് വരാം, ഇച്ചിരി പരിപാടിയുണ്ട് കേട്ടോ. കുറുപ്പന്തറയ്ക്കേ പോയിട്ട് വരാം, ഇച്ചിരി പരിപാടി ഉണ്ടെന്ന്.
കാണാം. ആ ഓ, സിനിമ എവിടെ നിന്ന് കണ്ടോ? കഞ്ഞി കുടിച്ചോ? സിനിമ കണ്ടോണ്ട് കിടക്കുവാണോ? സിനിമ കണ്ടോണ്ട് കിടക്കുവാണോ? പിന്നെ സിനിമ കണ്ടോണ്ട് കിടക്കുവാണോ എന്ന്? പിന്നെ സിനിമ കണ്ടോണ്ട് കിടക്കുവാണോ എന്ന്? എന്നാ കണ്ടിട്ട് അവിടുന്ന് സിനിമ കണ്ടോണ്ട് കിടക്കുവാണെന്ന് ചോദിച്ചത്. ഉറങ്ങുന്നില്ലേ? കഞ്ഞിയൊക്കെ കുടിച്ചോ? കഞ്ഞിയൊക്കെ കുടിച്ചോ? കഞ്ഞിയൊക്കെ കുടിച്ചു. കുടിച്ചായിരുന്നോ? നിന്നെ ഉറങ്ങാത്ത പിന്നെ ഉറങ്ങാത്ത സിനിമ കണ്ടോണ്ട് കിടക്കുവാണോ? ചുമ്മാ കിടക്കാണോ? സിനിമ കണ്ടോണ്ട് കിടക്കുവാണോ എന്ന്? അവിടെ സിനിമ കാണാലോ ഇവിടുന്ന്. ചുമ്മാ കിടക്കാണോ? സിനിമ സിനിമയോ? ആ ടി വിയിലേ. അതെവിടെയാ? ടി വിയിൽ ഓ, എന്നാത്തിനാ? കാണുന്നില്ലേ? പിന്നെ അമ്മ അങ്ങോട്ട് നോക്കിക്കൊണ്ടാണല്ലോ കിടന്നേ. എനിക്ക് ഇഷ്ടമില്ല. പിന്നെ ഇടയ്ക്ക് നോക്കി കാണുന്ന. നിന്നെ ഉറങ്ങാത്ത തന്നെ. അത് എന്നാത്തിനാ? അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം നടക്കുകയില്ല. ആ അത് ശരിയാ. വേറെ പണിയൊന്നും നടക്കില്ല. എനിക്ക് ഇഷ്ടമില്ല. ആ എന്നാ കിടന്നോ, ഞാൻ കുളിക്കാൻ പോവാ. എപ്പോഴാണ് വന്നത്? താമസിച്ച് പോയി. ഇച്ചിരി പരിപാടികളുണ്ടായിരുന്നേ, അതുകൊണ്ട് താമസിച്ച് പോയി വരാൻ. അതെ, നമ്മളൊക്കെ ഉള്ളു ഇതൊക്കെ ഇങ്ങനെയുള്ള വേണ്ടതൊക്കെ ഉള്ളു. മക്കളാകുമ്പം അവർ അതൊന്നും വെക്കുകയില്ല. ഇല്ലേ? അവർക്ക് തോന്നുന്നത് മാത്രം. ആണോ? അതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ആ ഇല്ല. വെറുതെ പൈസ കളയാം. എന്നാ കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ, ഉറങ്ങിക്കോ. ഉറക്കം വരുന്നില്ലെന്ന് തോന്നുന്നു. ഉറക്കമൊന്നുമില്ല. ഇല്ലേ? അതിനെ പറ്റി? ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങുകയല്ലേ. ഇന്നലെ രാത്രി ഉറങ്ങിയോണ്ട് ഇന്ന് രാത്രി ഉറങ്ങണ്ടെന്നാണോ? ഇന്നലെ രാത്രി കിടന്ന് നന്നായിട്ട് ഉറങ്ങിയതാ. ആ അതുകൊണ്ട് ഇന്ന് ഉറങ്ങണില്ലെന്നാണോ? രണ്ടു സ്ഥലത്തായിട്ട് കിടന്നു. രണ്ട് സ്ഥലത്തായിട്ടാണ് കിടന്നേ? ഒരു സ്ഥലത്തല്ലേ? ഒരു സ്ഥലത്തല്ലേ കിടന്നേ? പുറത്തോട്ടൊന്നും പോയിരുന്നില്ല. അല്ല ഈ കട്ടിലേലാണല്ലോ കിടന്നേ? ഇവിടെ തന്നെ. ആ ഇവിടെ തന്നെ. പിന്നെ രണ്ട് സ്ഥലം എന്ന് പറഞ്ഞേ? ഇവിടെ കിടന്ന് മകൻ്റെ ഒരുത്തൻ ജോമോൻ ഇട്ടിരുന്നത് അവൻ്റെ അത് അവൻ എടുത്തോണ്ട് പോയായിരുന്നേ. എന്നത്? അത് എന്നത്? കട്ടിലോ? കട്ടിലെടുത്തോണ്ട് പോയോ? ഇല്ല, എന്നുവെച്ചാൽ അത് എടുത്തവനിട്ട് അതേ കിടക്കുമായിരുന്നു. എന്നാ സാധനം എടുത്തോണ്ട് പോയേ? എന്നാ സാധനം എടുത്തോണ്ട് പോയേ? അതിന് പായിട്ട് കിടക്കണേ. പായ? ആ പായാണ് എടുത്തോണ്ട് പോയേ. ആ പായ ഇല്ലാഞ്ഞായിരിക്കും, അതായിരിക്കും. തലവനെ പായ. ആ തലേണേ പായ എടുത്തോണ്ട് പോയല്ലേ? അതുകൊണ്ട് അമ്മയ്ക്ക് കിടക്കാൻ പറ്റിയില്ല. അതെല്ലാം പോലെല്ലാം ഒന്ന് കിടക്കാൻ പറ്റുമോ? ആ അത് ശരിയാ. ആ തറ കിടക്കാൻ പറ്റിയല്ലോ. ബാക്കി ഓരോ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കിടക്കൊന്നും നടക്കുകയല്ല. ആ ഇല്ല. എന്നാ കിടന്നോ. അത് പിന്നെ ഒരു കാര്യമുണ്ട്. വേറെ കാര്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ ആ പോയ ജോലി നടക്കുകയില്ല. ആ നടക്കുകയില്ല. അത് കുഴഞ്ഞു പോകും. എന്നാ ആയിക്കോട്ടെ. എന്നാ കിടന്നോ, ഞാൻ പോവാ, കുളിക്കാൻ പോവാ. കുളിക്കാനോ? ആ അതിൻ്റെ ഇപ്പം കുളിക്കാൻ പോവാ. ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ഇപ്പൊ വന്നതേ ഉള്ളൂ, താമസിച്ചു പോയി വരാനായിട്ടേ. ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കടയിലേ. ഇപ്പം 12 മണി ആയില്ലേ? ഇല്ല, 10 മണി ആയതേ ഉള്ളൂ. 10 മണി ആയതേ ഉള്ളൂ. 8 മണി? 10 മണി. 10 മണിയോ? ആ അത്രയായില്ലേ? ആ അത്രയായി, അതാ പറഞ്ഞേ. പിന്നെ എന്നിട്ട് ഇനി കുളിക്കാനൊക്കെ ഇവിടെ സമയമുണ്ട്. ആ ഇനി സമയമില്ല. ഇപ്പം നേരം വിളക്ക. ഇനിയിപ്പോൾ അമ്മ പറഞ്ഞാൽ നേരം വിളക്കാറാവുമല്ലേ? പെട്ടെന്ന് നേരം വിളക്കാറാവും. സന്ധ്യയായില്ലേ? അമ്മ ഇന്ന് ഉറക്കാതെ ഇങ്ങനെ കിടക്കുന്ന കണ്ടോണ്ട് ഞാനേ കയറി വന്നേ. ഇത്ര സമയമായില്ലേ? 10 മണിയായിട്ട്. സാറിന് 8:30 ആകുമ്പോൾ കഞ്ഞി കുടിച്ചിട്ട് കിടക്കുന്നതല്ലേ. ആ കൂട്ടുകിടപ്പുകാരത്തി വരാത്തോണ്ടായിരിക്കും അല്ലേ? ആ കൂട്ടുകിടപ്പുകാരത്തി വന്നില്ല, അതാ അത് പറ. ശരിയാ, അവള് സിനിമ കണ്ടോണ്ടിരിക്കും അവിടെ. എന്നാ ഞാൻ പോവാ. ഞാനങ്ങ് കുളിക്കാൻ പോവാ. ആ ബാത്റൂം അടയ്ക്കാൻ കാര്യം മറന്നുപോയി അല്ലേ? എന്നാ കിടന്നോ. എലിക്കുട്ടി മീഡിയ കുടുംബത്തിൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.